സാറ് വീട്ടുകാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. ഇനി എപ്പോഴാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ വന്നിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെയാണ് മോഡല്. ഇനിയിപ്പോ ഈ മാസം മോഡലല്ല അടുത്ത മാസം വരുന്നത്. അപ്പൊ നമുക്ക് മോഡൽ ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഏപ്പാകുമ്പോ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. മോഡല് നോക്കി സാർ. പിന്നെ വേറെന്താ വിശേഷം? ടൈൽ എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ നിങ്ങൾക്ക്? ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഷോറൂം അല്ലല്ലോ. ഷോറൂം അല്ല. സാറിന് എന്തേലും ഒരു അതിപ്പോ എന്ത് വർത്താനം സാർ? ഇപ്പൊ ചായക്കട നിന്ന് ചായക്കടയിൽ പോയി നോക്കി അവിടെ നാട്ടി വിടൂല്ലോ സാർ. എന്തായാലും പൈസ മുടക്കണ്ട. എന്തേലും നിങ്ങൾ ഒരു ദിവസം പൈസ മുടക്കണ്ടാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും നാളെ പൈസ എങ്ങനെ മുടക്കാന്നുള്ള ഒരു ഉദ്ദേശം കിട്ടും. നിങ്ങൾ പ്ലംബർക്ക് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾ പറഞ്ഞോളൂ. പ്ലംബർ നമ്മൾ വേണമെങ്കിൽ വിട്ടുതരാം. നിങ്ങൾക്ക് പ്ലംബിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾ പ്ലംബിങ്ങിന്റെ ഏതാ സെക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ അതിന് പറ്റും. ആദ്യം നിങ്ങൾ തേപ്പ് അഞ്ഞിട്ടുള്ളത് തേപ്പ് അഞ്ഞിട്ടുള്ളത് തേപ്പായി അഞ്ഞ് 2 മാസം പിടിക്കുമല്ലോ. ഇന്നിപ്പോ ഇനി വെറുതെ നോക്കാൻ കയറി എത്താൻ നിങ്ങൾക്ക് വേറെ പണിയില്ല. അക്ടോബർ കൂടെ പോയിക്കൂടെ? കസ്റ്റമർ ചൂടാണല്ലേ നമുക്ക് ഇമ്പോർട്ടന്റ് വിലപ്പെട്ട ടൈം. മൂപ്പര് വന്നാണ് രാവിലെ തന്നെ ഇങ്ങനത്തെ രാവിലെ തന്നെ കസ്റ്റമറോട് ഇങ്ങനെ സംസാരിക്കുക. അവിടെ അമ്പയർക്ക് തുറക്കുള്ളൂ. അപ്പൊ 1/2 മണിക്കൂറിൽ നമുക്ക് എന്തായാലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ അതാണ് പോലെ. അപ്പൊ എങ്ങനെ നമ്മൾ ഇനി കഴിഞ്ഞിട്ട് വരുമോ? കാണാൻ പറഞ്ഞ കുറ്റി അടിച്ചിട്ടുള്ളൂ കഴിഞ്ഞിട്ട് കൊടുക്കാൻ വെക്കാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ തന്നെ പറഞ്ഞാൽ എങ്ങനെ നടക്കുമോ? ഇങ്ങനെ ഡീലിംഗ് നടക്കണേ? അല്ല അങ്ങനെ എന്താ പറഞ്ഞ രാവിലെ അങ്ങനെ ഇപ്പൊ രാവിലെ പോയിക്ക് ടൈം ആകാത്തോണ്ട് നമ്മള് വന്നതാണ്. അതെ പുതിയ സ്റ്റാഫാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേക്കും സാറ് നോക്കിയോളി. നോക്കിയോളി കണ്ടോളി. പ്രശ്നമൊന്നുമില്ലല്ലോ. കസ്റ്റമർ നമ്പർ